ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും ഇപ്പം നല്ല മഴയൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെയുണ്ട്, നന്നായി മഴ പെയ്യുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കൊരു വെയിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇടാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പ്ലാന്റ്സിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അധികം ഇല്ല, എന്നാലും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാനിപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഈ ചെടികളൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൽ അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റികളുണ്ട്, ഡിഫൻബാച്ചിയ, പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളുണ്ട്, ഫിലോഡെൻഡ്രോൺ, അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടിൽ മാത്രമല്ല, ഞാനിത് പുറത്ത് മുറ്റത്ത് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മഴ വന്നപ്പോൾ ഞാൻ പോർച്ചിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്, അതിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള ചെടികളാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പോർച്ചിലും കുറച്ചുണ്ടെന്ന്. ഇതൊക്കെ ഇപ്പോൾ സാധാ ചട്ടികളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൽ അങ്ങനെ വെക്കുമ്പോഴുള്ളൊരു പ്രശ്നം, നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഹോളിൽ കൂടെ സിറ്റ് ഔട്ട് നനയും വെള്ളം വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ട്രേകൾ വെക്കാം, അങ്ങനെ കുറേ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് വളരുമ്പോൾ ഇതൊക്കെ മാറ്റി നടാമെന്ന് കരുതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട് പോവാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചട്ടിയിൽ നല്ല ഈർപ്പുണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. എന്നാലും കുറച്ച് വെള്ളം കൂടിപ്പോയാൽ തന്നെ ഈ ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ഹോളില്ലാത്ത ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന ചട്ടികൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് മാറ്റി സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ചെറിയ ചട്ടികളായതുകൊണ്ട് ഇതിൽ പോട്ടി മിക്സും വളരെ കുറവാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പുതിയ ചട്ടി കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് പോട്ടി മിക്സും കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇറക്കി വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേരൊന്നും പൊട്ടാതെ പതുക്കെ പുറത്തെടുത്തിട്ട് പുതിയ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ചട്ടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല വെള്ള നിറത്തിൽ ഹോളൊന്നും ഇല്ലാത്ത ചട്ടി. ഈ ചട്ടി വാങ്ങിക്കുമ്പോൾ ഒരു സെറ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ അകത്ത് വെക്കാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള വേറൊരു ചട്ടിയും കൂടി ഉണ്ട്. ആ ചട്ടിയിൽ ഹോളുണ്ടാവും, ഇതിൽ ഹോളില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു 6-7 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള വേറെ ചട്ടികളും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? അത് ഇങ്ങനെ അടക്കി വെച്ചാൽ അതിൽ നിന്ന് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാനത് ഇനി അങ്ങനെ വരണ്ടാന്ന് വെച്ചിട്ട് ഞാനതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ചട്ടി കണ്ടോ, ഇത് ഞാൻ വേറെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ സാധാ ചട്ടി. ഇതിനൊക്കെ ഏകദേശം 15 രൂപയെ വില വരുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് സാധാ ചെടികളൊക്കെ വെക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ള ചട്ടിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള ഹോളുള്ള ചട്ടികൾ. കണ്ടോ, ഇതിൽ നന്നായിട്ട് ഹോളുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ചെടികളൊക്കെ മാറ്റി വയ്ക്കാൻ പോണത്. ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഈ വെള്ള ചട്ടിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ ചെടികൾ മാറ്റി നടാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ തന്നെയും ഉള്ളിലുള്ള ചട്ടിക്ക് നിറയെ ഹോൾസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ വെള്ളച്ചട്ടി അടിയിലുള്ള ചട്ടിയിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ വെള്ളം താഴെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ മോളിവിടെ ഈ ചട്ടികളൊക്കെ അടക്കി വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം അതൊക്കെ തട്ടിമറിഞ്ഞ് വീണു. ഭാഗ്യം ഒന്നും പൊട്ടിയില്ല. ഇനി ഞാൻ ഈ ചെടികളൊക്കെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നടാൻ പോണത് ഡിഫൻബാച്ചിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടോ, ചെറിയൊരു ചട്ടിയിലാണ് ഞാനിത് നട്ടിട്ടുള്ളത്. വളരെ ചെറിയൊരു ചെടി എനിക്ക് കിട്ടിയത് ഞാൻ 2 പീസായിട്ട് വെച്ചതാണ് കേട്ടോ. അത് രണ്ടും നന്നായി പൊടിച്ച് വന്നു. ഇപ്പോൾ നല്ല വലുപ്പമുള്ള തൈകളായി. ഞാനിത് രണ്ടും ഒരു ചട്ടിയിലേക്ക് തന്നെയാണ് മാറ്റി നടാൻ പോണത്, പറിച്ച് വയ്ക്കണമെന്നില്ല. ഇതിങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അതിൽ മുമ്പ് നമുക്ക് ഈ ചട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിതിന് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ വാങ്ങിച്ച ഒരു പോട്ടി മിക്സാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ പറ്റും.
ഇനി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തു. പോട്ടി മിക്സ് കുറച്ച് അതിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതിലും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രമേ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ സൈഡൊക്കെ തട്ടിക്കൊടുത്തിട്ട് എടുത്തപ്പോൾ കണ്ടോ, ഇതിൽ വേരൊന്നും പൊട്ടിയിട്ടില്ല, നന്നായി വേരൊക്കെ വന്നിട്ടുണ്ട്. ആ ചട്ടിയിൽ ഇതിനി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്കും ഇത് വേരൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് പോട്ടി മിക്സ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ പോട്ടി മിക്സിൽ ചകിരിച്ചോറും പിന്നെ ജൈവവളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ചെടിക്ക് വളരാനുള്ള വളങ്ങളൊക്കെ കിട്ടും. ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളാണ് കേട്ടോ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പോട്ടി മിക്സ് ഇത്രയൊക്കെ നിറച്ച് കൊടുത്താൽ മതിയാവും. ഇനി അതിനെ സെൻറ്ററിലൊന്ന് നന്നായി ഉറപ്പിച്ച് വെക്കണം. ഉറപ്പിച്ച് വെച്ച് കുറച്ചും കൂടെ പോട്ടി മിക്സൊക്കെ ഒന്ന് ഇട്ട് നല്ല പോലെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. അത്രയും മതി. ഈ ഡിഫൻബാച്ചിയുടെ ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ പുതിയ ചട്ടിയിൽ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അഗ്ലോണിമയുടെ ഒരു ചെടിയുണ്ട്, അതും ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഇത് അഗ്ലോണിമ ഡീലിയ എന്ന് പേരുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടോ, ഇതിൻ്റെ ഇലയുടെ നടുക്കായിട്ടൊരു പിങ്ക് ലൈൻ വരുന്നുണ്ട്, അതുപോലെ പച്ചയിൽ വൈറ്റ് ഡോട്ടുകൾ വരുന്നുണ്ട്, നിറയെ വലിയ വലിയ ഡോട്ടുകൾ വരുന്നുണ്ട്. അതാണ് ആ ചെടിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ലീവ്സാണ്, ഇതിൽ നിറയെ ഇലകൾ വരുമ്പോൾ ഈ ചെടിക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇതും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചട്ടി തന്നെ നട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഈ ചട്ടിയിലേക്ക് മാറ്റി നടാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗത്തോളം പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചെടി വെച്ച് കൊടുക്കണം. സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. ഇതിൽ കണ്ടോ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, 2-3 പുതിയ തൈകൾ മുളച്ച് വരുന്നുണ്ട് അതിൽ. അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടാവും നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അത് അനക്കാതെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി സൈഡിലൊക്കെ നമുക്ക് പോട്ടി മിക്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചുറ്റും പോട്ടി മിക്സ് വെച്ച് ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ പുതിയ ചട്ടിയിൽ നല്ല ഭംഗിയിലല്ലേ അത് നിൽക്കണത്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, എന്തൊരു ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എല്ലാ ചെടികളും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേപോലെയുള്ള ചട്ടികളിൽ സെറ്റ് ചെയ്തപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ അത് കാണാൻ. ഞാൻ ആദ്യം ചെറിയ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ താഴേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ഞാനത് വെച്ചിട്ടുള്ളത്. 7 ചട്ടികൾ വാങ്ങിച്ചതിൽ 6 എണ്ണത്തിൽ ഞാനിപ്പോൾ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു CC പ്ലാന്റ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 7 എണ്ണം വാങ്ങിച്ചത്. പക്ഷേ അത് 6 മാസമായി വെച്ചിട്ടും വലിയൊരു മാറ്റമൊന്നും അതിൽ വന്നിട്ടില്ല. അപ്പോൾ അതിലിനി പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം അത് മാറ്റി നടാമെന്ന് കരുതി. ഈ ചട്ടിയിൽ കാണുന്നത് എൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ സിയാ മറോറ എന്നൊക്കെ പറയും. നല്ല റെഡ് കളറിലുള്ള ലൈൻസ് വരും അതിൻ്റെ സൈഡിലും അതുപോലെ സെൻറ്ററിലൊക്കെ. പിന്നെ ചിലതിൽ ഇതുപോലെ ആകെ റെഡാവും ഇലകൾ, ചിലതിൽ അധികം റെഡ് കളർ കാണാറില്ല. ഇത് ഡിഫൻബാച്ചിയ ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് വരുന്നത്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വലുപ്പം വയ്ക്കും കേട്ടോ. ഒരില മാത്രമുള്ള ഈ അഗ്ലോണിമ പ്ലാന്റ് എലി പറിച്ചിട്ടതാണ് കേട്ടോ ചട്ടിയിൽ നിന്ന്. ഇവിടെ നന്നായിട്ട് പെരിച്ചാഴി ശല്യമുണ്ട്. അങ്ങനെ ഇത് പോയി എന്ന് വിചാരിച്ച് എനിക്ക് വിഷമമായതായിരുന്നു. പക്ഷേ ഞാനത് നട്ടപ്പോൾ ഇത് വീണ്ടും പൊടിച്ച് വരുന്നുണ്ട്, ഒരില വന്നിട്ടുണ്ട്, പുതിയ പൊടിപ്പുകൾ ഇനി വരുന്നുണ്ട്. ഇത് അഗ്ലോണിമയുടെ റെഡ് വിദ്രിയിൽ വരുന്നൊരു ചെടിയാണ് കേട്ടോ. അത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും അനക്കാതെ ഞാനതിനെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഇതുപോലെ വേറൊരു ചെറിയ അഗ്ലോണിമ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, പച്ചയിൽ പിങ്ക് കളർ വരുന്നത്. ഇത് അഗ്ലോണിമ പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വളരുന്നില്ല അത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മൾ മാറ്റി നടുന്നത് കാണിച്ചില്ലേ, ആ ചെടിയാണ് കേട്ടോ. അഗ്ലോണിമ ഡീലിയ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പച്ചയും വെള്ളയും കലർന്ന ഇലകളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ ഗ്രീൻ. ഇതൊക്കെ ഏകദേശം ഒരു 5 മാസം മുമ്പൊക്കെ നട്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ. നടുമ്പോൾ വളരെ ചെറുതായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ നല്ല പോലെ വളർന്നിട്ടുണ്ട്. ചിലതിലൊക്കെ ഞാൻ കാണിച്ചില്ലേ പുതിയ ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇനി അതൊന്നും കൂടെ വലുതാവുമ്പോൾ നമുക്കത് പറിച്ച് മാറ്റി വേറെ ചട്ടിയിലേക്ക് നടാം. അപ്പോൾ കുറേ പ്ലാന്റ്സ് കിട്ടും നമുക്ക്. അങ്ങനെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അതിൽ നിന്ന്. പിന്നെ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കുറച്ച് പോയ്സണസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്.
അത് നമ്മൾ കുട്ടികൾക്കൊക്കെ നന്നായി പറഞ്ഞു കൊടുക്കണം. അതുപോലെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അത് കടിക്കാണ്ടൊക്കെ നോക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് നന്നായിട്ട് ഇത് വളർത്താം. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എൻ്റെ കയ്യിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് എല്ലാം കൂടെ ഞാനൊരു ചട്ടിയിൽ നട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിൽ 3 തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ കണ്ടോ, മഞ്ഞ ലൈൻ വരുന്നത്, മഞ്ഞയും പച്ചയും വരുന്നതുണ്ട്. പിന്നെ ഗ്രീൻ കളർ മാത്രമായിട്ടുള്ളതുണ്ട്. ഗ്രീൻ കളറിൽ തന്നെ ചെറിയ ലീവ്സ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ മാറ്റി നട്ട ചെടികൾ വെച്ചിരുന്ന ചട്ടികളാണ് കേട്ടോ ഇത്. ഇനി ഇതിലൊക്കെ പുതിയ ചെടികൾ നടണം. പിന്നെ മഴയായപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് മാറ്റി നട്ടു എന്ന് ഞാൻ പറഞ്ഞ ചെടികളാണ് ഇതൊക്കെ. ഇതിലിപ്പോൾ ഈ കാണുന്നത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതിന്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ വൈറ്റ് നറുസ് വരുന്ന നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ലീവ്സ് കാണാൻ. നല്ല വലുപ്പമുണ്ട് ഇലകൾ കാണാനായിട്ട്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കരുത്. ചെറിയൊരു സൺലൈറ്റ് അതിന് കുഴപ്പമില്ല. ഒരുപാട് സൂര്യപ്രകാശം കിട്ടിയാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട്. ഈ ഗ്രീൻ കളർ ഒന്ന് കുറഞ്ഞ് മഞ്ഞ കളറിലായിരിക്കും ഇരിക്കുക. ഞാനിത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സ് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. അടുത്തത് മിക്ക വീടുകളിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കാണാറുള്ള ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീവ്സ് കണ്ടോ, നല്ല ഗോൾഡൻ യെല്ലോ കളറിലാണ് ഇത് വരുന്നത്. ഇതിൽ തന്നെ ഒരു ഇലയിൽ കണ്ടോ ഡബിൾ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറും അങ്ങേ സൈഡിൽ നല്ല ഗോൾഡൻ യെല്ലോ കളറും വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിപ്പോൾ വളർന്നു വരുന്നുള്ളൂ. ഇത് നന്നായി വലുതായാൽ നമ്മൾ ഈ ചട്ടിയിൽ ഒരു വടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിലേക്കത് പടർത്തി കൊടുക്കണം. അപ്പോൾ ആ വടിയിൽ പിടിച്ചത് നല്ല വലുപ്പത്തിൽ ഇങ്ങനെ പടർന്ന് കയറിക്കോളും. ഇതും എൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. മറ്റ് അഗ്ലോണിമ പ്ലാന്റ്സ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ളിടത്ത് ഇത് വെക്കാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്. പുതിയ ഇലകളിലൊന്നും ആ കളർ ശരിക്ക് വന്നിട്ടില്ല കേട്ടോ. ആദ്യം വന്ന ഇലകളിലൊക്കെ കണ്ടോ നല്ലൊരു സിൽവർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും. ഇവിടെ സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. പിന്നെ ഇവിടെ ഉള്ളത് പെഡിലാന്തസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് പെഡിലാന്തസ് കേളിപ്പിങ്ക് എന്നാണ്. ഇത് നന്നായി വളർന്നു വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയൊരു പിങ്ക് കളർ വരും. അതുപോലെ ഈ ലീവ്സിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ പേര് അതിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഈ ഷേപ്പ് കാണാനും നല്ല ഭംഗിയാണ്. ഈ ചട്ടി നിറയെ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി എൻ്റെ കയ്യിലുള്ളത് മോൺസ്റ്റീറ പ്ലാന്റ് ആണ്. ഇത് മിക്ക വീടുകളിലും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന നല്ലൊരു ചെടിയാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ലീവ്സാണ് മോൺസ്റ്റീറ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് കണ്ടാലറിയാം. വേറൊരു ചെടിയിലും ഇതുപോലുള്ള ലീവ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഇലകൾ നല്ല വലുപ്പത്തിലാണ് വരുന്നത്. നല്ല പച്ച നിറമുള്ള നല്ല വീതിയുള്ള ഇലകളിൽ നിറയെ ഹോൾസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെ മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതുപോലെ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും ഈ ഒരു ലീവ്സാണ്. ഇതിനും വളരാനായിട്ട് ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു വടിയോ എന്തെങ്കിലും ഈ ചട്ടിയിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ അതിൽ പറ്റിപ്പിടിച്ചത് നല്ല ഭംഗിയിൽ വളർന്നോളും. ഇനി എൻ്റെ കയ്യിലുള്ളത് ഈ വേരിഗേറ്റഡ് ലീഫുള്ള മണി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ വേരിഗേറ്റഡായി വരുന്നതുകൊണ്ട് സാധാ മണി പ്ലാന്റിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇതും വളരാനായിട്ടൊരു സപ്പോർട്ട് ആവശ്യമുള്ള ചെടിയാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ വള്ളികൾ നീളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനും പടരാനായിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം. ഇതിൻ്റെയും ഈ ഇലകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ പേര് മാജിക്യൻ മണി പ്ലാന്റ് എന്നോ മറ്റോ ആണ്. ഞാനൊരു അമൂല്യ നിധി പോലെ വളർത്തുന്ന ചെടിയാണ് കേട്ടോ ഇത്. ഇതെന്ത് ചെടിയാണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ CC പ്ലാന്റിൻ്റെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്നൊരു ചെടിയാണ്. CC പ്ലാന്റിൻ്റെ ഗ്രീൻ കളർ ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് കളർ അധികം കണ്ടിട്ടില്ല.
അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി പിടിച്ച് കിട്ടണം എന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ കമ്പാണ് ഞാൻ ആദ്യം നട്ടത്. ഇപ്പോൾ കണ്ടോ, അതിൽ 2 പൊടിപ്പുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലീഫിന് ചെറിയ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്തായാലും അടിയിൽ നിന്ന് 2 പുതിയ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ വലിയൊരു സന്തോഷം. സ്നേക്ക് പ്ലാന്റിൻ്റെ വളരെ ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഫ്ലഷി ആയിട്ടാണ് വരുന്നത്. അറ്റം കൂർത്ത് നല്ല സൂചി പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ അടക്കടക്കായിട്ടാണ് ലീവ്സ് വരുന്നത്. കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ വേറൊരു ചെടിയാണ് കേട്ടോ ഈ ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. ഇതൊന്നും സിറ്റ് ഔട്ടിൽ വെക്കാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പോർച്ചിൽ തന്നെയാണ് ഇതും വെച്ചിട്ടുള്ളത്. ഇതിൽ കണ്ടോ, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ലൈൻസ് പോലെയുണ്ട്. അതുപോലെ അതിൻ്റെ സെൻറ്ററിലും അതാണ് കേട്ടോ. ലീവ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയുള്ള ഈ ഇലകൾ തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എനിക്ക് വളർത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയും കൂടിയാണ് അഗ്ലോണിമ. അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റികൾ, പല തരത്തിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ഒരുപാട് വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 7ഓളം അഗ്ലോണിമ വെറൈറ്റികളാണ് ഉള്ളത്. ഇനിയും പുതിയ വെറൈറ്റികൾ കിട്ടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഞാനത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിലുള്ള CC പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ ഒരെണ്ണം തീരെ ഗ്രീൻ കളർ ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരെണ്ണം നല്ല ഗ്രീൻ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം ചട്ടിയിലേക്ക് നട്ടതാണ് കേട്ടോ. പക്ഷേ ഇത് അത്രയും പെട്ടെന്ന് വളരുന്നില്ല. ഇത് ഒരു 6 മാസം മുമ്പ് നട്ടതാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പുതിയ ചെടികളൊന്നും അടിയിൽ മുളച്ച് വന്നിട്ടില്ല. അതാണ് ഞാൻ ഇതിനെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട്, ഇതിൽ നന്നായി വേര് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ ഇത് മാറ്റി നടുള്ളൂ. അല്ലാണ്ട് ഇത് മാറ്റി നട്ടിട്ട് ചെടി പെട്ടെന്ന് കേടായി പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിത് നടാണ്ടിരുന്നത്. ഇത് സിറ്റ് ഔട്ടിൻ്റെ താഴെ ചുമരിൻ്റെ അടുത്തായിട്ട് നട്ടിട്ടുള്ളതാണ്. ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഫിലോഡെൻഡ്രോൺ ബെർലി മാർസ് എന്ന പേരുള്ള ഒരു ചെടിയാണിത്. മിക്ക വീടുകളിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ കാണാറുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ ലീവ്സ് കണ്ടോ, നല്ല ഗ്ലേസിങ് ഉള്ള ഹാർട്ട് ഷേപ്പിലുള്ള ലീവ്സാണ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ മതിലൊക്കെ നന്നായി പടർത്താനൊക്കെ പറ്റുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇത് മതിലൊക്കെ പടർത്തിയാൽ നിറയെ ഗ്രീൻ കളറിലുള്ള ഈ ലീവ്സ് നിറഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ചുമരിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരുപാട് ലീവ്സ് വന്നിട്ട് നല്ല കട്ട പിടിച്ച് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. നല്ല പച്ച നിറത്തിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ലീവ്സ്, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിങ്, അതിന് കൊടുക്കുന്ന വളങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഞാനിതിൽ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ചെടികളെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഇൻഡോർ പ്ലാന്റ്സും വളരെ ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ച ചെടികളെല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.